കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവ് അറസ്റ്റിൽ. കുടക് സ്വദേശിയായ 48-കാരനെയാണ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു മാസം മുമ്പ് ഗൾഫിലേക്ക് പോയ ഇയാളെ പോലീസ് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വാടക വീട്ടിലായിരുന്നു ഇയാളുടെ താമസം. ഒരു മാസം മുമ്പാണ് ഗൾഫിലേക്ക് കടന്നത്. ഇയാളാണ് പ്രതിയെന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളോട് നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മംഗളൂരു വിമാനത്താവളത്തിലെത്തിയ പ്രതി ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. ഒരാഴ്ച മുമ്പാണ് 15-കാരി വീട്ടിൽ പ്രസവിച്ചത്. പ്രസവത്തിന് പിന്നാലെ രക്തസ്രാവത്തെ തുടർന്ന് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെയും മാതാവിൻ്റെയും മൊഴിയെടുത്തെങ്കിലും പ്രതിയാരാണെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നില്ല. തുടർന്ന് അന്വേഷണത്തിൽ പിതാവാണ് പ്രതിയെന്ന് കണ്ടെത്തുകയായിരുന്നു. പ്രതിയിൽ നിന്നും DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെൺകുട്ടി പ്രസവിച്ച കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. നോക്കണേ, എന്തൊരു കഷ്ടാണിത്. ഇങ്ങനത്തെ ഈ ആണുങ്ങളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഈ ചെറിയ കുട്ടിൻ്റെ പഠനം എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയത്, ഭാവി പഠനം ഒക്കെ. അതും പോരാത്ത ആ ഭാര്യൻ്റെ മുഖത്തേക്ക് അയാൾ എങ്ങനെയാ നോക്കുക? ആ ഭാര്യൻ്റെ സ്വന്തം ഭർത്താവ് സ്വന്തം മകളെ നശിപ്പിച്ച് ഗർഭിണിയാക്കാന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ഉമ്മാക്ക് ഇത് എങ്ങനെ ഉൾക്കൊള്ളാനാവും? ആ പെൺകുട്ടിയുടെ പഠനവും ഭാവിയുമൊക്കെ അല്ലേ ആ പിതാവെന്ന് പറഞ്ഞ മനുഷ്യന് ഒരു വികാരത്തിൻ്റെ പേരിൽ തട്ടിത്തെറിപ്പിച്ചത്? സ്വന്തം വീട്ടിലും പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ സുരക്ഷിതയില്ലാന്ന് വെച്ചാൽ എന്താ ചെയ്യുക? സംരക്ഷിക്കേണ്ട ആൾ തന്നെ പീഡിപ്പിക്കുകയും ചെയ്താൽ പിന്നെ ആ പെൺകുട്ടിക്ക് എവിടാണ് ഒരു സംരക്ഷണം ഉള്ളത്? പിറന്നു വീണ ആ കുഞ്ഞ് തന്നെ സമൂഹത്തിൽ നിന്ന് വളരും തോറും എന്തെല്ലാം ഇങ്ങനെ കുത്തുവാക്കുകളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. അവരുടെ അടുത്തു നിന്നാണ് വളരുന്നതെങ്കിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും?